കാണാൻ പോകുന്നത് എല്ലാ മാസവും ഓരോ ഫിലിം ചെയ്യാനുള്ള പരിപാടിയാണോ? പ്രതീക്ഷിക്കുന്നതാണ്. അതൊക്കെയാണ് നമ്മളിങ്ങനെ വന്നിരിക്കണതും ഇത് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കണതും. പിന്നെ നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ സ്വന്തം സൗഭികയുടെയും ബേസിലേറ്റിൻ്റെ എല്ലാവരും പടവും നാളെ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ബാലചേട്ടൻ പറഞ്ഞ പോലെ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് അടുത്തുള്ള നമുക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ തന്നെയാണ്, സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ്. തൃശ്ശൂരുകാർക്ക് ഇഷ്ടമായി എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അതിപ്പോൾ ആൾക്കാർ പടം കണ്ടാലേ നമുക്ക് അവരുടെ അടുത്ത് റിവ്യൂ ചോദിക്കാനും അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ ആ പടം കാണിക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പടം കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിലും ഒരു സൈക്കോ എലമെൻ്റ് ഉള്ള കഥാപാത്രമാണ്. കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ആക്ച്വലി കഥ പറഞ്ഞപ്പോൾ അത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല. ചെയ്തു വന്നപ്പോൾ സൈക്കോ ആക്കിയതാണ് ഡയറക്ടർ. കഥ പറഞ്ഞപ്പോൾ സാധാരണ കള്ളനായിരുന്നു. എന്നുവെച്ചാൽ രോമാഞ്ചം പോലെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. ഇനി ചെയ്യാണ്ട് ശ്രമിക്കാം. രോമാഞ്ചത്തിനെക്കാട്ടിയും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചിരി കുറെ ഇതിൽ വരുന്നുണ്ട്. അതിനെങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അത് ബേസിക്കലി ഡയറക്ടർ, ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു ഡയറക്ടർ ആക്ടർ ആവാനാണ് ശ്രമിക്കുന്ന ഒരു ലിമിറ്റ് വരെ. അപ്പൊ അതില് ഇപ്പൊ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം, അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് ആ രീതി പിടിച്ചു നോക്കിയത്. മാക്സിമം ആക്കാണ്ട് നോക്കിയിട്ടുണ്ട്. അല്ല, ഇനി ഈ മാസം രണ്ടാമത്തെ ഈ മാസം ഒരു ഫിലിം കൂടി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ മാസം ഒരു ഫിലിം ഉണ്ടായിരുന്നു. ബേസിൽ ഇപ്പോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നെ തന്നെ വിളിക്കുന്നത് ഇപ്പോൾ മന്ത്ലി സ്റ്റാർ എന്നാണ്. ഇപ്പോൾ അർജുൻ ചേട്ടൻ ആ ട്രാക്കിലേക്കാണ് പോകുന്നത്. എല്ലാ മാസവും ഓരോ ഫിലിം ചെയ്യാനുള്ള പരിപാടിയാണോ? എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പടം ചെയ്യണമെങ്കിൽ 35 ദിവസം 40 ദിവസം എടുക്കുമല്ലോ. ഇത് പുണ്യാളം ചെയ്തത് 1 വർഷം മുമ്പാണ്. അത് റിലീസായത് 1 വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് മുമ്പത്തെ പടം ചെയ്തത് 6 മാസം മുമ്പാണ്. അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും. കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ. അപ്പോൾ ആ ഒരു സേഫ് സൈഡിലാണ് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് കിറ്റ് ഡേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചായിപ്പോയി. അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥരാവണം. അല്ലാണ്ട് വെറുതെ പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ. പക്ഷെ എല്ലാം കൂടി റിലീസ് ഡേറ്റ്സ് ഒരുമിച്ച് വന്നുകൊണ്ടാണ് അത് ഞാനത് മനഃപൂർവ്വമല്ല. ഇപ്പോഴത്തെ പ്രവണത പറഞ്ഞാൽ ഈ ഹൈപ്പ് കൂടിയ ഫിലിംസിൻ്റെ കൂടെ ചെറിയ പടങ്ങളുടെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെ അത് സേഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഹൈപ്പ് കൂടിയ ഫിലിംസിൻ്റെ കൂടെ ചെറിയ ചെറിയ ഫിലിംസൊക്കെ ഇറക്കുമ്പോൾ ആരും ജനങ്ങളിലേക്ക് ശ്രദ്ധ എത്തുന്നില്ല. ഇപ്പോൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് ഹൈപ്പ് വാല്യൂ ഉള്ള സ്റ്റാർ കാസ്റ്റ് അങ്ങനെ നോക്കിയിട്ടാണ്. ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നല്ല പടങ്ങൾ, വാഴ, ജാനിമൻ ഇറങ്ങിയ സമയത്ത് കൊറോണയും കൂടി ആയിരുന്നു, രോമാഞ്ചം, നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുള്ളായിട്ട് പോകും. അപ്പം അങ്ങനെ ഹൈപ്പ്, ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ്, ഒരിക്കലും ഇല്ലയെന്ന് പറയണ്ട. പക്ഷേ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കാണുന്നില്ല.